ഫ്ലക്സ് ഫ്യൂവൽ ബൈക്കുകളും കാറുകളും ഇന്ത്യൻ നിരത്തുകളിൽ പുതിയ വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ പെട്രോൾ തുക കൊണ്ടും വാഹനങ്ങൾ കാരണമുള്ള വായുമലിനീകരണത്താലും ഒരുപോലെ പൊറുതിമുട്ടിയിരുന്ന ഇന്ത്യക്കാർക്കിത് വലിയ ആശ്വാസമാണ്. രാജ്യവ്യാപകമായി ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ വാഹനങ്ങളുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് സജീവ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും പരിശോധിക്കുകയാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ഭാവിയിൽ ഒരു ഫ്ലക്സ് ഫ്യൂവൽ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരും E20 പെട്രോൾ കൊണ്ട് ആവോളം പണി കിട്ടിയ വാഹന ഉടമകളും ഈ i85നെയും ഈ 100നെയും ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളെയും കുറിച്ച് അറിയുന്നത് വളരെ നന്നായിരിക്കും. ആദ്യമായി എന്താണ് എഥനോൾ എന്ന് ചുരുക്കി പറയാം. കരിമ്പ്, ചോളം, കാർഷികാവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ ഇന്ധനമാണ് എഥനോൾ. ഇന്ത്യയിൽ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോളിൽ 20% എഥനോളാണ്. അതിനാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. E20 പെട്രോൾ ബൈക്കിനും കാറിനും ദീർഘകാലാടിസ്ഥാനത്തിൽ വരുത്തിവെക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. കാറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇഞ്ചക്ടേഴ്സും ഫ്യൂവൽ പമ്പും ഫ്യൂവൽ ഫിൽറ്ററും അടിച്ചുപോയേക്കും. ബൈക്കാണെങ്കിൽ കാർബറേറ്റർ തന്നെ പൂർണ്ണമായി നശിച്ചേക്കും. ഇതിന്റെ കൂടെ 20% എഥനോൾ ഉണ്ടായിട്ടും നമ്മൾ പെട്രോളിന് നൽകുന്ന വിലയെന്തെന്ന് കൂടി ആലോചിക്കേണ്ടി വരുമ്പോൾ അവസ്ഥ വളരെ മോശം തന്നെ. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് ഇന്ത്യയിൽ 100% എഥനോളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് പൂർണ്ണാനുമതി നൽകിയതായി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നത്. അതിന് പിന്നിലുള്ള വാണിജ്യ താല്പര്യങ്ങളിലേക്കും മറ്റും കടക്കുന്നില്ല. എങ്കിലും ഒരു കാര്യം പറയാം, പൂർണ്ണമായും എഥനോൾ ഉപയോഗിക്കാവുന്ന ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് സർക്കാരിന് ഗുണകരമാണ്. അത് സർക്കാരിന് പുറം രാജ്യങ്ങളിൽ നിന്നും പെട്രോൾ വാങ്ങുന്നതിൽ ചിലവഴിക്കേണ്ടി വരുന്ന ഭീമമായ തുകയെ തടഞ്ഞുവെക്കാൻ സഹായിക്കും. ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് കേന്ദ്രം ഈ നീക്കത്തിനൊരുങ്ങുന്നത്. ഇനി ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ കഥ പറയാം. പെട്രോളും എഥനോളും കലർന്ന ഇന്ധനം ഒരു പ്രശ്നവും ഭയക്കാതെ അടിക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ. ഹെൻറി ഫോർഡാണ് ലോകത്ത് ആദ്യമായി ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ അവതരിപ്പിക്കുന്നത്. 1908 അത്. ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ആദ്യകാല ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയത് അമേരിക്കയായിരുന്നു. 1970 ഇന്ധന പ്രതിസന്ധി രൂപപ്പെട്ട കാലത്ത് ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ആദ്യ തരംഗം സംഭവിച്ചതും അമേരിക്കയിൽ തന്നെയായിരുന്നു. എന്നാൽ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ വാണിജ്യ ജന്മസ്ഥലം ബ്രസീലിലാണ്. ലോകത്തെ നിലവിൽ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ ഏറ്റവും ഉള്ളതും ബ്രസീലിൽ തന്നെ. ബ്രസീലിയൻ നിരത്തുകളിൽ ചീറിപ്പായുന്ന പുത്തൻ വാഹനങ്ങളിൽ 90% ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളാണ്. ഇനി ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യയിൽ മുമ്പും ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. 2022-23 കാലഘട്ടത്തിൽ ടൊയോട്ടയായിരുന്നു അത് ചെയ്തത്. എഥനോളിന്റെ അളവ് എത്ര കൂട്ടിയും വാഹനങ്ങൾ ഓടിക്കാമെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കലായിരുന്നു അതിന്റെ ലക്ഷ്യം പൂർത്തിയായി. അതിനപ്പുറം വലിയ സ്വീകാര്യത അന്ന് ആ വാഹനങ്ങൾക്ക് ലഭിച്ചില്ല. കാര്യം മറ്റൊന്നുമല്ല, പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഓടിച്ച് രസിച്ച് ശീലിച്ച ശരാശരി ഇന്ത്യൻ വാഹനപ്രേമിക്ക് ഊർജ്ജസാന്ദ്രത കുറവായ എഥനോളും ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളും അത്ര ദഹിക്കില്ല. പെട്രോളിനും ഡീസലിനും ലഭിക്കുന്ന ഊർജ്ജസാന്ദ്രത അവയ്ക്ക് ലഭിക്കില്ലെന്ന് ചുരുക്കം. ഇനി പുതിയ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളെ കുറിച്ച് പറയാം. ബൈക്കിലും കാറിലും നിലവിൽ ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങൾ നിരത്തിലെത്തിയിട്ടുണ്ട്. ഹീറോ HF ഡീലക്സ് ഫ്ലക്സ് ഫ്യൂവൽ എന്ന മോഡലും ഹീറോ സ്പ്ലെൻഡർ ഫ്ലക്സ് ഫ്യൂവൽ എന്ന മോഡലുമാണ് ബൈക്കിൽ ഹീറോ പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യ വാഹനത്തിന് ഡൽഹിയിൽ 72,000 രൂപയും രണ്ടാമത്തെ മോഡലിന് 82,000 രൂപയുമാണ് എക്സ് ഷോറൂം വില. ഇനി കാറിലേക്ക് വന്നാൽ മാരുതി സുസുക്കിയും ടൊയോട്ടയുമാണ് ഫ്ലക്സ് ഫ്യൂവൽ കാറുകൾ നിരത്തിലെത്തിച്ചിരിക്കുന്നത്. വാഗൺ ആർ ബയോഫ്ലക്സ് എന്ന മാരുതി സുസുക്കി മോഡലിന് 7.2 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം വില. ഇനി നമുക്ക് പ്രധാന ചർച്ചയിലേക്ക് വരാം. E20 പെട്രോൾ കൊണ്ട് പണി കിട്ടിയ അല്ലെങ്കിൽ കിട്ടാനിരിക്കുന്ന വാഹന ഉടമകൾ സാമ്പത്തിക ലാഭം കരുതി ഈ 85 ഇന്ധനമോ ഈ 100 ഇന്ധനമോ അടിച്ചാൽ എന്ത് സംഭവിക്കും? ശ്രദ്ധിച്ചു കേട്ടോളൂ, വണ്ടിയുടെ എൻജിൻ അടിച്ചുപോകും. അതുകൊണ്ട് സാമ്പത്തിക ലാഭം നോക്കി അത് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. മറ്റൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ നിലവിലുള്ള അവസ്ഥയിൽ E20 പെട്രോളും ഈ 85 ഈ 100 ഇന്ധനങ്ങളും തമ്മിൽ വലിയ വില വ്യത്യാസമില്ല. 85% എഥനോൾ വരുന്ന ഇന്ധനത്തിന് 82.12 രൂപയാണ് ഡൽഹിയിലെ വില. വെറും 20 രൂപ മുതൽ 29 രൂപ വരെ മാത്രമേ ഉള്ളൂ ഒരു ലിറ്ററിൽ വരുന്ന വ്യത്യാസം. ഇനി അത്ര വ്യത്യാസമില്ലേ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. E20 പെട്രോളിനെ അപേക്ഷിച്ച് ഈ 85 ഈ 100 ഇന്ധനത്തിന് വില പോലെ തന്നെ മൈലേജും കുറവാണ്. 20 മുതൽ 30% വരെ മൈലേജിൽ കുറവുണ്ടാവും.
പരിശോധിച്ച് വരുമ്പോൾ ഇന്ത്യയുടെ ഭാവി വാഹനം ഏതെന്ന ചോദ്യം ഏറെ കുഴപ്പിക്കുന്നതാണ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയും ഈ വർഷം നന്നായി കുറവാണ്. ആളുകൾ അടുത്ത ജനറേഷൻ വണ്ടി ഏതെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ഫ്ലക്സ് ഫ്യൂവൽ വാഹനം സ്വന്തമാക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മൈലേജിന് പുറമെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. നമ്മുടെ നാട്ടിൽ ഈ 85, ഈ 100 ഇന്ധനമെത്താൻ ഇനിയും ഒരുപാട് വൈകും. ഈ വർഷം അവസാനമെങ്കിലും ആയേക്കും. അതുകൊണ്ട് ഫ്ലക്സ് ഫ്യൂവൽ വാഹനങ്ങളുടെ ഭാവി കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടതാണ്.